സ്ത്രീകളെക്കുറിച്ച് എന്തു പറയാൻ പാടില്ല എന്ന് നമ്മളൊരു ആലോചന നടത്തുമ്പോൾ ആദ്യം ഓർക്കേണ്ടത് കെ സുധാകരനെയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ ഉൾപ്പെടെയുള്ള പെൺകുട്ടികളും സ്ത്രീകളുമൊക്കെ കഴിവില്ലാത്തവരാണ്. തെരഞ്ഞെടുപ്പ് ജോലികൾ ചെയ്യാൻ പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്ക് കഴിയില്ല എന്നത് അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഒരു കണ്ടുപിടുത്തമാണ്. ഇതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല. പി.കെ. ശ്രീമതിക്കെതിരെ നടത്തിയ പ്രസ്താവന സൗകര്യപൂർവ്വം താങ്കൾ മറന്നു കാണും. എന്നാൽ ഞങ്ങൾക്കത് മറക്കാൻ കഴിയില്ലല്ലോ. ഓളെ പഠിപ്പിച്ച് ടീച്ചറാക്കിയത് വെറുതെ ആയി. ലോകസഭയിലേക്ക് ആൺകുട്ടികൾ ചെന്നാലേ കാര്യം നടക്കൂ, പെൺകുട്ടികളെ കൊണ്ട് ഒരു കാര്യം ഇല്ലെന്നായിരുന്നു മറ്റൊരു ഡയലോഗ്. രാജ്യത്തെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയെ സംഭാവന ചെയ്ത കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ അധ്യക്ഷൻ പറയേണ്ട വാക്കുകൾ തന്നെയാണിത്. കാരണം BJPയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയാണല്ലോ ഇപ്പോൾ ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനം തന്നെ പ്രവർത്തിക്കുന്നത്. മനുസ്മൃതി തത്വങ്ങൾ പേറുന്ന RSS നാവുകൾ പറയുന്നത് തന്നെയാണ് കെ സുധാകരനും പറയുന്നത്. സ്ത്രീകളെ ബഹുമാനിക്കാൻ തീർത്തും മടിക്കുന്ന BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അതേ പാരമ്പര്യം തന്നെയാണ് എക്കാലവും സുധാകരൻ പിന്തുടരുന്നത്. വീണ്ടും കാപട്യം നിറഞ്ഞ ചിരിയുമായി കണ്ണൂരിലെ ജനങ്ങൾക്ക് മുന്നിൽ കെ സുധാകരൻ വരുമ്പോൾ സ്ത്രീകൾ തീരുമാനിക്കണം സുധാകരന്റെ വിധി. UDF നേതാക്കൾക്ക് സ്ത്രീകളെ അപമാനിക്കുന്നത് ഹോബി ആയതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് ഒന്നേ പറയുവാനുള്ളൂ. അത് KM ഷാജിക്ക് നിയമസഭയിൽ ശൈലജ ടീച്ചർ കൊടുത്ത മറുപടിയാണ്. പെണ്ണായാൽ എന്താ കുഴപ്പം? പെണ്ണാണ് ഭരിക്കുന്നതെങ്കിലും എന്താ പെണ്ണിന് കുഴപ്പം? പെണ്ണിന് എന്താ കുഴപ്പം? ആണിന്റെ അന്തസ് കാണിച്ചു എന്നാ ലജ്ജയില്ലേ ഷാനിമോൾ ഉസ്മാൻ അടുത്ത് നിന്ന് കേൾക്കാൻ ഷാജി പറയുന്നത്?